നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നാൽ ഞാൻ ആദ്യം ഓർഡർ ചെയ്യുക ഈ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. ഇന്ന് ഞാനുണ്ടാക്കിയ ചിക്കൻ സൂപ്പ് ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട്. വിൻ്റർ സമയങ്ങളിലൊക്കെ സൂപ്പ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ എല്ലാവർക്കും. മാത്രമല്ല, ഒരു തൊണ്ടവേദനയൊക്കെ വന്നിരിക്കുവാണെങ്കിൽ ഒരു ചൂടുള്ള ചിക്കൻ സൂപ്പ് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വേദനയൊക്കെ പോകും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ സൂപ്പ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് തീർച്ചയായും പരിഗണിക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സൂപ്പ് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മൾ ഫ്രഷ് ചിക്കൻ കൊണ്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇതൊരു 150 ഗ്രാം ഫ്രഷ് ചിക്കനാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വിനീഗറൊക്കെ ഇട്ടിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ സ്വീറ്റ് കോൺ ആണ് എടുക്കുന്നത്. ഇത് 1/2 കപ്പ് ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ്. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഞാനൊന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകി എടുത്തതാണിത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺ യൂസ് ചെയ്താൽ കുറേയും കൂടെ ടേസ്റ്റ് വരും. നമുക്കൊരു 1.25 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഞാനൊരു കണക്കിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വെള്ളം അങ്ങ് എടുത്തു. നമ്മുടെ സാധാരണ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എന്ന് പറയുന്ന 1.5 ലിറ്റർ വെള്ളമാണല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കുപ്പി ഇവിടെ എടുത്ത് വെച്ചത്. ചിക്കൻ ഇനി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകുമാണിത്. കുരുമുളക് പൊടി ഞാൻ വൈറ്റ് കളറിലെ പൊടിയാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്യാം. ചിക്കൻ സൂപ്പിന് വേണ്ടിയുള്ള സ്റ്റോക്ക് നമ്മൾ ഫ്രഷ് ചിക്കൻ കുക്ക് ചെയ്തിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഒരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്നൊക്കെ ഒരു സൂപ്പ് കുടിക്കണമെന്ന് തോന്നിയാൽ റെഡിമെയ്ഡായിട്ട് ഇപ്പം മാർക്കറ്റിൽ ചിക്കൻ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും അതും തമ്മിൽ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇനി കുക്കറിലേക്ക് സ്വീറ്റ് കോൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ഇത് കുക്കർ ഒന്ന് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. 3 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ മതിയാവും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്ത് കുക്കറൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ക്ലിയർ സൂപ്പ് നമുക്ക് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, അധികം വെന്ത് പോയിട്ടൊന്നുമില്ല. ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് ക്ലിയറായിട്ട് സൂപ്പുണ്ട്. നമ്മൾ പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ്. ഇനി കുക്കറിൽ നിന്ന് ചിക്കൻ പീസസ് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ സ്വീറ്റ് കോൺ നമുക്ക് കിട്ടും. ആ സ്വീറ്റ് കോൺ നമുക്ക് നമ്മുടെ ക്ലിയർ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാർ ഈ സ്വീറ്റ് കോൺ ഒന്ന് അരച്ച് ചേർക്കാറുണ്ട്. എനിക്ക് അതത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ചിക്കൻ ഒന്ന് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് പിച്ചി എടുക്കാം. അതല്ല പീസ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിടേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നേരത്തെ ഒരു 3/4 ലിറ്ററാണ് ചേർത്തത്. ഞാനിപ്പോൾ ഒരു വലിയൊരു ഗ്ലാസ് നിറച്ച് വീണ്ടും ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം 1 ലിറ്റർ വെള്ളം കാണും, അല്ലെങ്കിൽ ഒരല്പം കൂടിയാലൊന്നും പ്രശ്നമല്ല. ഇനി നമ്മളൊരു ബൗളിലേക്ക് കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാനിപ്പോൾ ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരു മുട്ടയാണ്. ഇതിൻ്റെ വെള്ളം മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് നന്നായിട്ട് പതപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേക്കിനൊന്നും അടിക്കുന്ന കണക്കല്ല, എന്നാലും ഒന്ന് നേർമയായിട്ട് നമ്മുടെ സൂപ്പിലേക്ക് ഒഴിക്കാൻ തക്കവണ്ണം നമ്മളൊന്ന് അടിച്ചു വെക്കാം. ഇനി ഈ ചിക്കൻ സൂപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കിയിട്ട്, അപ്പോൾ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഈ ചിക്കൻ സ്വീറ്റ് കോണിൽ നിന്നും ചിക്കനും ഈ സ്റ്റോക്കും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരല്പം ഉപ്പും കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ചിലരൊക്കെ ഇതിലേക്ക് സോയാ സോസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് സൂപ്പ് കുടിക്കുന്നത്. അപ്പം ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കോൺഫ്ലവർ ഞാൻ കലക്കി വെച്ചിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് ചേർക്കുമ്പോൾ ഒരു 1 മിനിറ്റ് ഇളക്കുക. അപ്പോൾ അത് നല്ലതുപോലെ അതിലങ്ങ് മിക്സ് ആവും. വീണ്ടും നമ്മൾ മീഡിയം ഹൈ ഹീറ്റിൽ തന്നെ സൂപ്പ് കുറച്ചും കൂടെ തിളക്കട്ടെ. അപ്പം നമ്മുടെ സൂപ്പ് ഒന്ന് കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇത് മുട്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
നേർമയായിട്ട് നമ്മളൊന്ന് അടിച്ചു വെച്ചു. ഒരു നൂൽ പരുവത്തിൽ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത്, നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കിയില്ലെങ്കിൽ മുട്ടയുടെ വെള്ളം അങ്ങ് വെന്ത് വെള്ള കളറിൽ അത് മുകളിലേക്ക് അങ്ങ് വരും. അങ്ങനെ ആകുവാണെങ്കിൽ നമ്മുടെ സൂപ്പ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. മുട്ടയുടെ വെള്ള സൂപ്പിലേക്ക് നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നമ്മൾ ഇളക്കണം, കൈ മാറ്റാതെ തന്നെ. എന്നാൽ മാത്രമേ മുട്ട അതിൽ നല്ലതുപോലെ അങ്ങ് കുക്കായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ വലിയ വലിയ പീസായിട്ട് ഇങ്ങനെ മാറിക്കിടക്കും. ഇപ്പം സൂപ്പ് റെഡി ആയിട്ടുണ്ട്. മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഈ സൂപ്പ്, ഒരുപാട് തിക്നെസ് ഒന്നുമില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്നെസ് വേണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫ്ലവർ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ അല്പം ചില്ലി സോസും ചില്ലി വിനീഗറും സോയാ സോസും ചേർത്താണ് കഴിക്കാൻ ഇഷ്ടം. സൂപ്പിലേക്ക് വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, ചില്ലി വിനീഗർ ആഡ് ചെയ്തു. ഇത് ചില്ലി സോസാണ്. ഇനി ഒരല്പം സോയാ സോസും കൂടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വീട്ടിലാണെങ്കിൽ ചെയ്യാറുണ്ട്. നമ്മളുടെ ബ്രെഡില്ലേ, അത് ബ്രൗൺ ബ്രെഡോ വൈറ്റ് ബ്രെഡോ ഏതെങ്കിലും ഒരല്പം വെണ്ണ പുരട്ടിയതിന് ശേഷം ഒന്ന് കല്ലിലിട്ടൊന്ന് നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഈ സൂപ്പിലേക്ക് ഇട്ടിട്ട് കഴിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിൾ ആൻഡ് ഹെൽത്തി ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.